സെറേഷ്യ മാർസൻസ് എന്ന ബാക്ടീരിയ കാരണം ഒരു ഗോത്രം മുഴുവൻ തെറ്റിദ്ധരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ആ ഗോത്രത്തിൽ നടന്ന ബലികളുടെ കഥയാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ളത്. അതിനു മുമ്പ് ഞാൻ ഇനി പറയാൻ പോകുന്ന കഥ ഒരു മതത്തെയോ ഒരു ആചാരത്തെയോ ഒരു സംസ്കാരത്തെയോ കളിയാക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യുന്നല്ല. ഞാൻ അറിഞ്ഞൊരു കഥ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. കേരളത്തിന് പുറത്ത് ഇന്ന് ഡയൻസ് ആക്ട് അഥവാ ചുടലി നിയമം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം. എന്താണ് ഡയൻസ് ആക്ട്? ഇന്ത്യയിൽ ദുർമന്ത്രവാദങ്ങൾക്കെതിരെ വന്ന നിയമമാണ് ഡയൻസ് ആക്ട് അഥവാ ചുടലി നിയമം എന്ന് പറയുന്നത്. സോ ആ സംസ്ഥാനത്തെ ഒരു വില്ലേജിന്റെ പേരാണ് മർജാൻ എന്ന് പറയുന്നത്. ഈ മർജാന് ഈ കഥ നടക്കുന്ന കാലഘട്ടത്തിൽ ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ മർജാൻ വില്ലേജിൽ കുറെ കുട്ടികൾ മിസ്സിംഗ് ആവുന്നു. ആ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത്, ആ കുട്ടികൾ എവിടെ പോകുന്നു എന്നുള്ളതൊന്നും കണ്ടെത്താൻ അവിടുത്തെ നാട്ടുകാർക്കോ പോലീസിനോ കഴിയുന്നില്ല. അങ്ങനെ കുറെ സംഭവിക്കുന്നതിനിടയ്ക്ക് ഈ മർജാൻ വില്ലേജിനോട് ചേർന്ന് നിൽക്കുന്ന വനപ്രദേശത്ത് നല്ല രീതിയിൽ മഴ പെയ്യുകയും ഉരുൾപൊട്ടലും ഉണ്ടായി. അങ്ങനെ ഉരുൾപൊട്ടി ഈ ഒരു സാഹചര്യത്തിൽ കുറച്ച് ട്രൈബൽസിന് ഈ കാടിനകത്ത് നിൽക്കാൻ പറ്റാതെ വരികയും അവർ നാട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ നാട്ടിലേക്ക് എത്തിയ ട്രൈബൽസ് മർജാൻ പോലുള്ള കുറെ വില്ലേജുകളിൽ ജോലി നോക്കുന്നുണ്ട്. ആ വില്ലേജിലെത്തിയ ട്രൈബൽസ് വഴി ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ഈ വില്ലേജ് നിവാസികളും പോലീസുകാരും തിരിച്ചറിഞ്ഞു. അതായത് ഈ പറഞ്ഞിരിക്കുന്ന കാടിന്റെ ഉൾക്കാടിനകത്ത് ഒരു പ്രത്യേക ട്രൈബൽ വിഭാഗം ഉണ്ടെന്നും അവരാരാധിക്കുന്ന ആരാധനാമൂർത്തി അല്ലെങ്കിൽ അവരാരാധിക്കുന്ന ഒരു ശില്പം ഉണ്ടെന്നും ഈ ശില്പം ചില കാലഘട്ടത്തിൽ ചുവന്ന കണ്ണുനീർ പൊഴിക്കും എന്നും ഈ ചുവന്ന കണ്ണുനീർ പൊഴിച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ശില്പം അല്ലെങ്കിൽ ഈ ഇവർ ആരാധിക്കുന്ന ഈ കൺസെപ്റ്റിന് എന്തോ അപ്രീതി, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നടക്കുന്നു എന്നും ആ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഈ ഗോത്രത്തെ ബാധിക്കുമെന്നും അവർ വിശ്വസിക്കുന്നു. ഈ സമയത്ത് ഒരു കുട്ടിയെ ബലി കൊടുത്തുകൊണ്ടാണ് ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ പ്രശ്നം അവർ സോൾവ് ചെയ്തിരുന്നത്. അതും കൂട്ടി വായിക്കുമ്പോൾ, അതായത് മർജാൻ വില്ലേജിലെ കുട്ടികളുടെ മിസ്സിങ്ങും ഈ പറഞ്ഞിരിക്കുന്ന ഈ ബലിയും കൂട്ടി വായിക്കുമ്പോൾ അവിടുത്തെ നാട്ടുകാർക്കും പോലീസുകാർക്കും ചില കാര്യങ്ങൾ മനസ്സിലാകുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന ട്രൈബൽ ഗ്രൂപ്പിലേക്ക്, ഉൾക്കാട്ടിലുള്ള ട്രൈബൽ ഗ്രൂപ്പിലേക്ക് ഇവർ ഒരു സെർച്ചിങ് അല്ലെങ്കിൽ ഒരു അന്വേഷണം നടത്തുന്നു. അവിടെ എത്തുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ട്രൈബൽ വിഭാഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ആരാധനയുമായി ബന്ധപ്പെട്ട ചില ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇവർ കണ്ടെത്തുന്നത്. ഒന്ന്, ഈ ശില്പത്തിന്റെ പുറകിൽ അല്ലെങ്കിൽ ഇവർ ആരാധിക്കുന്ന ബലി കൊടുക്കുന്ന ഈ ശില്പത്തിന്റെ പുറകിൽ 2 കിണറുകളുണ്ട്. ഈ കിണറിൽ ഒരു കിണറിൽ നിന്നും കുട്ടികളുടെ തലയോടും ഒരു കിണറിൽ നിന്നും തലയില്ലാത്ത ഭാഗവും ഇവർ കണ്ടെത്തുന്നു. അപ്പോൾ മിസ്സാവുന്ന കുട്ടികൾ എവിടെ പോകുന്നു എന്നുള്ള ഒരു കണ്ടെത്തൽ, അല്ലെങ്കിൽ മിസ്സാവുന്ന കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നു എന്നുള്ളത് ഇവിടെ കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നു. പക്ഷേ അപ്പോഴും എങ്ങനെയാണ് ഈ ശിലയിൽ നിന്നും ചുവന്ന കണ്ണുനീർ പൊടിയുന്നത് എന്ന് കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നില്ല. ഇത് കണ്ടെത്താൻ വീണ്ടും കാലങ്ങളോളം കാത്തു നിൽക്കേണ്ടി വന്നു. സയൻസിന് ഒരുപാട് വലുതാകേണ്ടി വന്നു. അങ്ങനെ അവസാനം ഇതിന്റെ കാരണം അവർ കണ്ടുപിടുത്തി, അല്ലെങ്കിൽ കാരണം സയൻസ് കണ്ടെത്തി. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ശില ഉണ്ടാക്കിയിരിക്കുന്നത് പാറക്കല്ല് ഉപയോഗിച്ചാണ്. ഈ പാറക്കല്ലിൽ അയൺ ഓക്സൈഡിന്റെ പ്രസൻസ് വളരെ കൂടുതലാണ്. എല്ലാവർക്കും അറിയായിരിക്കും, അയൺ ഓക്സൈഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഇരുമ്പിന്റെ ഘടകത്തിൽ ചുവന്ന നിറത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല ഈ ശിലയെ പാലുകൊണ്ടും വെള്ളം കൊണ്ടും ഒക്കെ ഇവര് ഇതിൽ ഒഴിക്കുകയും ഇവർ ആരാധിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ഈ വെറ്റായ കണ്ടീഷനിൽ സെറേഷ്യ മാർസൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ബാക്ടീരിയ എന്ന് വെച്ചാൽ എപ്പോഴും ഇല്ല, ഈ പറഞ്ഞ വെറ്റായ കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ മാത്രം സെറേഷ്യ മാർസൻസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ ഉണ്ടാവുകയും ആ സെറേഷ്യ മാർസൻസ് ചുവന്ന നിറത്തിലുള്ള പ്രൊഡിജിയോസിൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പിഗ്മെന്റ് രൂപപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വെറ്റായ കണ്ടീഷൻ ഉണ്ടാവുന്ന ഈ ചുവന്ന പിഗ്മെന്റ് കണ്ണുനീരായി പൊഴിയുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ കുട്ടികൾ ബലി കൊടുക്കാൻ കാരണം ശരിക്കും എന്താണെന്നുള്ളത് ഈ ഒരു തെറ്റിദ്ധാരണയായിരുന്നു. എന്തായാലും ഈ ഒരു കഥയാണ് എനിക്ക് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ളത്. അപ്പോൾ താങ്ക് യു.